ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ. ഇസ്മായിൽ നബി ഇറക്കാൻ വേണ്ടി കടത്തിയ രംഗമാണ് പറയുന്നത്. വനാദൈനാഹു അയ്യാ ഇബ്രാഹീം, ഇബ്രാഹിം നബിയെ എന്ന് നാം ഇബ്രാഹിം നബിയെ വിളിച്ചു. മോനെ ബലിയർപ്പണം ചെയ്യാൻ വേണ്ടി ഒരു വാപ്പാക്കും ചെയ്യാൻ കഴിയാത്തൊരു സംഭവമാണത്, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടായ മോനാണ്, എങ്ങനെ ഉണ്ടായ മോനാണ്, എത്ര പ്രായമായപ്പോ കിട്ടിയ മോനാണ്. ആ മോനെ ഒരു വെള്ളത്തിലേക്ക് എടുത്തെറിയല്ല അത് ചെയ്യുന്നത്, വാപ്പയുടെ കൈ കൊണ്ട് ബലിദാനം ചെയ്യുകയാണ്. അല്ലാഹു അങ്ങനെയൊന്നും ചെയ്യാൻ അതല്ല അള്ളാഹുവിന്റെ തീരുമാനം. ഇബ്രാഹിം നബി അതിന് സജ്ജനാകുമോ എന്നറിയുകയാണ്. അത് വലിയൊരു വിഷയമാണ്. ഇബ്രാഹിം നബിക്ക് വരുന്ന ഈ സ്വപ്നം വഹ്യാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധിക്കണം. ആദ്യം ഇബ്രാഹിം അലൈഹിസ്സലാമും അള്ളാഹും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇത് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധിക്കണം. അല്ലാതെ വെറുതെ ഒരു ഏതെങ്കിലും സ്വപ്നത്തിന്റെയോ ഏതെങ്കിലും ഒരു തോന്നലിന്റെ അടിസ്ഥാനമല്ലല്ലോ അത്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും വഹ്യാണ്. വറുഇയൽ അംബിയാഇ വഹ്യുൻ, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മുഴുവനും വഹ്യാണ്. ആ വഹയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുവേ നീ ഇതാണ് ഉദ്ദേശിക്കുന്നതല്ലേ, ഞാനത് ചെയ്യും, നിനക്ക് വേണ്ടി ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ സ്ഥലമാണ് മിനായുടെ അടുത്ത്. ഇപ്പോഴും ആ കുന്നിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു സ്തൂപമുണ്ട്. അവിടെയാണ് ഇസ്മായിൽ നബിയെ കിടത്തിയത് എന്ന് അവിടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഗൈഡന്മാർ പറഞ്ഞുതരും. قد صدقت الرؤيا إنا كذلك نجزي المحسنين. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. قد صدقت الرؤيا, അങ്ങേക്ക് നൽകിയ സ്വപ്നദർശനം സത്യസന്ധമായി അങ്ങ് നിർവഹിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയാണ് നാം പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് വ്യക്തമായ പരീക്ഷണമായിരുന്നു. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, മഹത്തായ ഒരു ആടിനെ, ഒരു മൃഗത്തെ അവിടെ ദാനമായി നൽകാൻ അല്ലാഹു നൽകുകയും ചെയ്തു. وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين. ഇബ്രാഹിം നബിക്ക് രക്ഷയുണ്ടാകട്ടെ. പിൽക്കാലങ്ങളിൽ ഓർക്കപ്പെടുന്ന നല്ല സ്മരണയുള്ള നബിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നാകെ എല്ലാ വർഷവും ഓർക്കുന്ന, എല്ലാ ദിവസവും നിസ്കാരത്തിൽ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇങ്ങനെ ഓർക്കുന്ന ഒരു പ്രവാചകൻ വേറെ ഉണ്ടോ? നമ്മുടെ ഹബീബ് കഴിഞ്ഞാൽ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, എന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരായിരുന്നു ഇബ്രാഹിം നബി. വബശർനാഹു ബിഇസ്ഹാഖ നബിയ്യൻ മിനസ് സ്വാലിഹീൻ, ഇസ്മായിൽ നബിക്ക് ശേഷം ഇസ്ഹാഖ് നബി എന്നൊരു പ്രവാചകനെ ഒരു മോനായിട്ട് നാം സന്തോഷവാർത്ത നൽകി ഇബ്രാഹിം നബിക്ക് നൽകുകയും ചെയ്തു. ഇവിടൊക്കെ ഇഹ്സാൻ ഇഹ്സാൻ രണ്ട് തവണ പ്രയോഗിച്ചു. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ ഓർമ്മല്ലേ? ഒരു മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ മുമ്പിൽ വന്നത് തങ്ങൾ വഫാത്താകുന്നതിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. അവിടെ ആ ഒരു സംഭവം നടന്ന് 80 ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ 3 മാസം തികഞ്ഞുണ്ടായില്ല എന്നർത്ഥം. ആ വന്നത് ഒരു വെള്ള വസ്ത്രം ധരിച്ചു വന്നു, വസ്ത്രത്തിലൊന്നും ഒരു യാത്രയുടെ അടയാളങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ജിബ്രീൽ തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എന്താണ് നബിയെ ഇസ്ലാം, എന്താണ് നബിയെ ഈമാൻ? പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് നബിയെ ഇഹ്സാൻ. പിന്നെ ചോദിച്ചു എപ്പോഴാ ഖിയാമത്ത് നാള്? അതറിയില്ല ജിബ്രീലെ, എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ലല്ലോ. എന്നാ പിന്നെ എന്റെ അടയാളം പറഞ്ഞൊരു നബിയെ. അങ്ങനെ 5 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഈ 5 ചോദ്യങ്ങൾ ഇസ്ലാം എന്താണെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സഹായിക്കുന്നു എന്നാണ്. നബി തങ്ങളുടെ ആ ഒരു പ്രൊഫറ്റിക് കരിയറിന്റെ അവസാനമാണത്. തങ്ങൾ വഫാത്താകാൻ പോവാണ്, 3 മാസം തികച്ചില്ല. അതിന്റെ മുമ്പ് ഇസ്ലാമും ഈമാനും
ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് 5 ഷഹാദത്ത് കലിമ ചൊല്ലുക, നിസ്കരിക്കുക, സകാത്ത് കൊടുക്കുക, നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക. ഇതൊക്കെ അമലുകളാണ്, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളാണ്, നാവ് കൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്ന, സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന അമലുകളാണ്. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഈമാനുള്ളത് കൊണ്ട്. ആമൻതു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. 6 ഈമാൻ കാര്യങ്ങൾ. ഇത് രണ്ടും ചെയ്താൽ പിന്നെ എത്തിപ്പെടേണ്ട, അപ്പൊ അള്ളാഹുവിലേക്ക് വിശ്വസിച്ചു, നമ്മൾ അങ്ങനെയാണ്, നമ്മളൊരു ഇഹ്സാനിലേക്ക് എത്തിപ്പെടണം. എങ്ങനെ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അള്ളാഹുവിനെ കാണുന്ന പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇല്ലം തകുൻ തറാഹ്, കാണാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ തന്നെ, പറ്റൂലല്ലോ, ഫഇന്നഹു യറാഖ്, അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്, നോമ്പെടുക്കേണ്ടത്, ദിക്ർ ചൊല്ലേണ്ടത്, സ്വലാത്ത് ചൊല്ലേണ്ടത്, നിങ്ങൾ ജീവിക്കേണ്ടത്. ആ ഒരു മഖാമിലേക്ക് എത്തലാണ് ഇസ്ലാം കൊണ്ട് കിട്ടണം. ഈമാനും കഴിഞ്ഞാൽ പിന്നെ ഇഹ്സാനിന്റെ ലെവലിലേക്ക് എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ, മത്തസ്സ, എപ്പോഴാ ഖിയാമത്ത്? അള്ളാഹിനെ കാണല, പിന്നെ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തലാണ്. അതാണ് അത് എപ്പോഴാണെന്ന് അറിയാൻ കാരണം. ഈ ഇസ്ലാം, എന്തുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നതിന്റെ ഉത്തരമാണ് ഈമാൻ കാര്യങ്ങൾ. ഈമാനും ഇസ്ലാമുമായി കഴിഞ്ഞാൽ പിന്നെ ഇഹ്സാനിലേക്ക് എത്തണം. കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ഇബാദത്ത് ചെയ്ത നബിയാണ്. അങ്ങനെയാണത് പറയേണ്ടത്. ഇഹ്സാനിന്റെ ഏറ്റവും മനോഹരമായ രീതിയാണിത്. കാരണം തന്റെ മോനെ, അല്ലെങ്കിൽ വിചാരിക്കുന്നത് ഇത് പാഴ്സ്വപ്നായിരിക്കും, അതുള്ളതാവില്ല, അല്ലെങ്കിൽ അതാവൂല അള്ളാഹു ഉദ്ദേശിച്ചത് എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇല്ല, എന്റെ റബ്ബിന്റെ തീരുമാനം അതാണ്, അത് എന്നോട് ചെയ്യാൻ പറയാണ്. ഞാൻ എന്റെ മോനെ അതിനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി അനുസരിച്ചേ പറ്റൂ. ആ ഒരു എന്റെ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തതിനെ അള്ളാഹു അഭിനന്ദിച്ചുകൊണ്ട് പറയാണ്, ഖദ് സദ്ദഖത റുഇയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇഹ്സാനിന്റെ ആളുകൾക്ക് നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത്. കദാലിക നജ്സിൽ മുഹ്സിനീൻ. 105ഉം 110ഉം ആയത്തുകൾ ഇത് തന്നെയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കദാലിക നജ്സിൽ മുഹ്സിനീൻ. അള്ളാഹു നമുക്ക് ഇഹ്സാൻ നൽകട്ടെ. അതുകൊണ്ടാണ് ഉദ്ഹിയ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറയുന്നത്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിന് നിങ്ങളുടെ ഇറച്ചിപ്പൊതിന്റെ വണ്ണവും അതിന്റെ തൂക്കവും ഇതൊന്നും അള്ളാഹു നോക്കുന്നില്ല. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തത് എത്ര ഗ്രാമാണോ, എത്ര കിലോ ആണോ, എത്ര ക്വിന്റലാണ്, ഇതൊന്നും അള്ളാഹുവിന് അറിയേണ്ട കാര്യമല്ല. അള്ളാഹു അതല്ല നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് യനാലുഹു തഖ്വാ മിൻകും. മുഅ്മിനീങ്ങളോടുള്ള ഹബ്ബ് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹബ്ബ് കൊണ്ട് അള്ളാഹു ബഹുമാനിച്ചതാണ് ഈ ഉദ്ഹിയ്യത്ത്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്. എന്നല്ലാതെ ഒരു മൃഗത്തിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മൃഗങ്ങളോട് ക്രൂരത കാണിക്കലുമല്ല. അത് അള്ളാഹു അനുവദിച്ചതിന്റെ പേരിൽ, അള്ളാഹു മനുഷ്യൻ അനുവദിച്ച ഒരു അമലാണ് പെരുന്നാൾ ദിവസം. ഇത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ആ നിയ്യത്ത് മാത്രമാണ് അള്ളാഹുവിന് വേണ്ടത്, സമർപ്പണമാ വേണ്ടത്. ആര് ചെയ്ത പോലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത പോലെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ഉദ്ഹിയ്യത്തിൽ നിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളും ഖൽബിലെ നിയ്യത്തിനെ ഒന്നും കൂടെ അങ്ങ് റെഡിയാക്കാം. ഉദ്ഹിയ്യത്ത് കൂടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാ ഇല്ല എന്ന് പറയാ, അതുകൊണ്ട് ഞാൻ കൂടിയതാ, അങ്ങനെയൊന്നും ആയി പോണ്ട. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അത് പാവപ്പെട്ട ആളുകൾക്ക് ദാനമായിട്ട് പോട്ടെ, അവർക്ക് അത് 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 ഖൈറായിട്ട് ലഭിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ്, ഹബീബിന്റെ സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി, നബിതങ്ങൾ അവിടുത്തെ അഹ്ലു ബൈത്തിന് വേണ്ടി ഒരു ദാനം ചെയ്തു, ഒരു ഒട്ടകത്തെ അറുത്തു. പിന്നൊന്ന് പറഞ്ഞു, ഇത് എന്റെ ഉമ്മത്തികൾക്കുള്ളതാണ്, എന്റെ ഉമ്മത്തികളിൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിയാത്തവർക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ ഒരൊട്ടകത്തെ ദാനം ചെയ്തിട്ടുണ്ട്, നബിതങ്ങൾ ബലിയർപ്പണം ചെയ്തിട്ടുണ്ട് ഉമ്മത്തികൾക്ക് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഉമ്മത്തികളിൽ ഒരു കന്നിനൊന്നും വാങ്ങി അറവ് ചെയ്യാൻ കഴിയാത്തവരുണ്ടായിരിക്കും, ഉണ്ടല്ലോ, എത്രയോ കോടിക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയൊക്കെ ഹബീബായ നബിതങ്ങൾ ഒരു ദാനം ചെയ്തു കഴിഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് വിശുദ്ധമായ കഅബാലയത്തിലേക്ക് എത്താനും അവിടെ ഇബാദത്തിൽ ഇരിക്കാനും ഒരുപാട് ഹബീബായ നബിതങ്ങളുടെ ചാരത്തു ചെല്ലാനും അവിടെ പരിശുദ്ധമായ ഹബീബിന്റെ റൗളയിൽ ഇരിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.